ഹായ് ഗായ്സ്, നമുക്കിന്നൊരു വെറൈറ്റി ഫുഡാക്കിയാലോ. അതാണ് പിസ്സയാണ്. പിസ്സ എന്ന് പറയുന്നത് മസാല ദോശേനെ കൊണ്ട് പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് ഒരു സവാള, അത് ചെറുതായിട്ട് കട്ട് ചെയ്യുക, അധികം ചെറുതാവണ്ട. പിന്നെ 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ് ഫുള്ള് വേണമെന്നില്ല, ഒരു 3/4 ഭാഗം മതി. പിന്നെ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുക. പിന്നെ ഒരു 4 പച്ചമുളക്, എരിവ് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇടുന്നത്. പിന്നെ തേങ്ങ എന്ത് ചെയ്യുക, തേങ്ങ നമ്മൾ ചിരവിയിട്ട് പീഞ്ഞെടുക്കുമല്ലോ, അതിൻ്റെ പാലും കൂടി വേണ്ടത് കൊണ്ടാണ്, ആ ഒരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ ഇടുന്നു, പിന്നെ കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും, ഇത്രയും സാധനമാണ് ഇടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, കുക്കറിൽ ഒറ്റൊരു വിസിലാവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. അതായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ കടുക്, ചുവന്നമുളക്, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് വറുത്തിടുക. അപ്പോൾ ആ മിക്സും കൂടി ഇതിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാൽ അടിയിലൊരു കുറച്ചൊരു വെള്ളം ഉണ്ടാവും, അതൊന്ന് വറ്റി വരും, അതപ്പോൾ സെറ്റാവും. പിന്നെ ഞാൻ സാധാരണ ഒരു മസാല ദോശ എങ്ങനെ ആക്കുക എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ പാത്രമാണ്, അപ്പോൾ അതുകൊണ്ടാണ് അധികം വണ്ണമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആ കൂട്ടിങ്ങനെ ആക്കിയിട്ട്, കൂട്ട് തന്നാലും നമ്മൾ നെയ്യിലാണ് ആക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുറുകിയിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ല പുറമൊക്കെ കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, നടുക്ക് നല്ല സോഫ്റ്റുള്ള നല്ല അടിപൊളി മസാലയായിരിക്കും ഉണ്ടാകുന്നത്. അത് മസാല ദോശ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിസ്സ എങ്ങനെ ആക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. പിസ്സ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലാക്കിയതും നെയ്യ് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. നെയ്യിൻ്റെ സ്മെല്ലാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നെയ്യാക്കിയതിന് ശേഷം കൂട്ട് നമ്മൾ പരത്താതെ കട്ടിയിൽ തന്നെ പാർന്നെടുക്കുക. അതിന് മുകളിൽ ഈ മസാല എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വെക്കുക, നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വെക്കുക. അത്യാവശ്യം നമുക്ക് കടിക്കുമ്പം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കാൻ പാടില്ല, തീ അധികം ഉണ്ടാവാനും പാടില്ല. അതിൻ്റെ മേലെ ഓരോരോ പീസാക്കിയിട്ട് ചീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ വെക്കുകയാണ് ചെയ്തത്. ഇപ്പം സ്ലൈസ് ആയിട്ടുള്ള പീസ് നമുക്ക് കിട്ടും, പക്ഷെ ഞാൻ സ്ലൈസ് ആക്കി എടുത്തിട്ട് അതിൻ്റെ മേളിൽ വെക്കുക ചെയ്തത്. അങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് ഒരു നെയ്യും കൂടി അതിൻ്റെ മേളിൽ തൂവിയതിന് ശേഷം അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോൾ ഒരുപാട് സമയമൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി. അപ്പം തന്നെ ഈ ചീസൊന്ന് അലിഞ്ഞ് കിട്ടും. എന്നിട്ട് നിങ്ങൾ എടുത്ത് ചൂടോടെ നിങ്ങൾ കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ് മസാല ദോശ പിസ്സ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നേവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് കമൻറ്റിൽ നിങ്ങൾ പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.